നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കേരളത്തിലടക്കം എല്ലാ പാർട്ടികളും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു കടമ്പ കഴിഞ്ഞു. ഇനി പ്രചാരണ പരിപാടികളാണ്, ജനങ്ങളിലേക്ക് എത്താനുള്ള പരിപാടികളാണ്. നരേന്ദ്രമോദി അടക്കം വളരെ തിരക്കിലാണ്. അദ്ദേഹം കേരളത്തിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം വന്നുപോയ റോഡ് ഷോ അടക്കം നടത്തി. ആകെ മൊത്തം നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം. ഈ ഒരു സമയത്ത് റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രസിഡന്റുമാരുമായി ആശയവിനിമയം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിലാണ് സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത സംഭാഷണത്തിൽ മോദി ആവർത്തിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദിയെ അതത് രാജ്യങ്ങളിലേക്ക് ക്ഷണിച്ചതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് വീണ്ടും പ്രസിഡന്റായി അധികാരമേറ്റ പുടിനെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അഭിനന്ദിച്ചെത്തിയിരുന്നു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി പുടിനുമായി സംസാരിച്ചുവെന്നും റഷ്യൻ പ്രസിഡന്റുമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും പറഞ്ഞു. വരും വർഷങ്ങളിൽ ഇന്ത്യ റഷ്യ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും വിപുലീകരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുവെന്നും മോദി പറഞ്ഞിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ യുക്രൈന് താൽപ്പര്യമുണ്ടെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കാർഷിക കയറ്റുമതി, വ്യോമയാന സഹകരണം, ഫാർമസ്യൂട്ടിക്കൽ, വ്യാവസായിക ഉൽപ്പന്ന വ്യാപാരം എന്നിവയിൽ. ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരികെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനെതിരായ ആഗോള പ്രതിഷേധത്തിനിടയിലും ഇന്ത്യ യുദ്ധത്തിൽ തന്ത്രപരമായ നിഷ്പക്ഷത പാലിച്ചിരുന്നു. അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-ന് ഫലം പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. 102 സീറ്റുകൾ ഏപ്രിൽ 19-ന് വിധി എഴുതുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലേക്കും രാജസ്ഥാനിലെ 12-ഉം യു.പിയിലെ 8-ഉം മധ്യപ്രദേശിലെ 6-ഉം മഹാരാഷ്ട്രയിലെ 5-ഉം സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പുതുച്ചേരിയിലെ ലക്ഷദ്വീപും വിധി എഴുതും. മാർച്ച് 27 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 28-നാണ് സൂക്ഷ്മ പരിശോധന. നിയമമൊന്നൊരു സീറ്റ് മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് വന്ന് പ്രസംഗിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ റോഡ് ഷോയ്ക്ക് തെരഞ്ഞെടുത്തതും പാലക്കാട് തന്നെയാണ്. കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് വർദ്ധിക്കുന്നതാണ് പാലക്കാടിനെ എ ക്ലാസ് മണ്ഡലമായി BJP പരിഗണിക്കാൻ കാരണം. തുടർച്ചയായി 2 തവണ പാലക്കാട് നഗരസഭാ ഭരണം, 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വർധന എന്നിവയൊക്കെയാണ് അനുകൂലമായി കാണുന്ന ഘടകങ്ങൾ. ഏതായാലും എല്ലായിടത്തും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുത്ത ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ എല്ലാ പാർട്ടികളും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ.